നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പീച്ചി റിസർവോയറിൽ വീണ് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മൂന്നാമത്തെ പെൺകുട്ടിയും മരിച്ചു. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 150 കോൺസ്റ്റബിൾ ഡ്രൈവർമാരുടെ സംയുക്ത പരേഡിൽ DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ് അഭിവാദ്യം സ്വീകരിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ തെക്കുംകര പഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. പുത്തൂർ പഞ്ചായത്ത് കള്ളായിക്കുന്ന് വല്ലൂർകുത്ത് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പീച്ചി റിസർവോയറിൽ വീണ് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന മൂന്നാമത്തെ വിദ്യാർത്ഥിനിയും മരിച്ചു. സൈനികനായ പട്ടിക്കാട് ചാണൂത്ത് മുരിങ്ങത്ത് പറമ്പിൽ വിനോജ് ജൂലി ദമ്പതികളുടെ മകൾ 16-കാരിയായ ഐറിനാണ് കഴിഞ്ഞ രാത്രിയിൽ 8 മണിക്ക് മരിച്ചത്. 1ാം ക്ലാസ് മുതൽ +1 വരെ ഒരേ സ്കൂളിലും ഒരേ ക്ലാസ്സിലും പഠിച്ചിരുന്ന സഹപാഠികളും അയൽക്കാരുമായിരുന്ന 3 വിദ്യാർത്ഥിനികളും മരണത്തിന് കീഴടങ്ങി. തൃശൂർ സെന്റ് ക്ലേയേഴ്സ് കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് ഐറിൻ. കാതറിനാണ് സഹോദരി. അപകടം സംഭവിച്ച അന്നു മുതൽ അതിഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തിലായിരുന്നു ഐറിൻ. വൃക്കകളുടെ പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് തുടർച്ചയായി ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തിങ്കളാഴ്ച മരിച്ച ഏൻ ഗ്രേസിനെ പട്ടിക്കാട് സെന്റ് ഫ്രാൻസിസ് ഫൊറോന ദേവാലയത്തിലും ചൊവ്വാഴ്ച രാവിലെ സംസ്കരിച്ചിരുന്നു. ഐറിന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചതോടെ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കുവാൻ പട്ടിക്കാട് ചാണോത്തുള്ള വീട്ടിൽ എത്തിയത്. ബുധനാഴ്ച പകൽ ആയിരങ്ങളെത്തി വീട്ടുകാരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നു. വൈകിട്ട് 4 മണിയോടെ മതാചാര ചടങ്ങുകൾക്ക് ശേഷം തൃശൂർ രൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് എത്തി. പാലക്കാട് MP-യും തൃശൂർ DCC പ്രസിഡന്റുമായ VK ശ്രീകണ്ഠൻ, MLA-മാരായ ബാലചന്ദ്രൻ, സനീഷ് കുമാർ, പഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ, രാഷ്ട്രീയ നേതാക്കളായ വിജയകുമാർ, KC അഭിലാഷ്, ചാക്കോച്ചൻ, ബാബു തോമസ് എന്നിവരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ, അരുൾ ചെയ്തില്ല തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു. പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പുതിയ സ്കൂൾ കെട്ടിടം വിദ്യാർത്ഥികൾക്ക് ലോകോത്തരമായ സൗകര്യങ്ങൾ നൽകണമെന്ന ലക്ഷ്യത്തോടെ രാഷ്ട്രീയത്തിനധീനമായി എല്ലാവരും ഒത്തൊരുമയോടെ പ്രവർത്തിച്ചതിന്റെ ഫലമായാണെന്നും ഹയർ സെക്കൻഡറി സ്കൂളിനായി ചെലവഴിച്ച 7 കോടി രൂപയും LP സ്കൂളിനായി ചെലവഴിച്ച 3 കോടി രൂപയും ഉൾപ്പെടെ 13 കോടി 55 ലക്ഷം രൂപ കേരള സർക്കാർ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച ഒരു വിദ്യാലയമാണ് പുത്തൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു. 26 വർഷങ്ങൾക്ക് ശേഷം സ്കൂൾ കലോത്സവത്തിൽ കിരീടം ചൂടിയ തൃശൂരിലെ വിദ്യാർത്ഥികളെ യോഗത്തിൽ മന്ത്രി അഭിനന്ദിച്ചു. കലോത്സവത്തിൽ കലാകിരീടം നേടിക്കൊടുത്ത വിദ്യാർത്ഥികളെ ആദരിക്കുവാൻ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സുവർണോത്സവം സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. പുത്തൂർ സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഡോക്ടർ A അൻസാർ, വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി, ഒല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി, പുത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, HSS പ്രിൻസിപ്പാൾ S മരകതം, ഹൈസ്കൂൾ വിഭാഗം പ്രധാനാധ്യാപിക KA ഉഷാകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. പ്രഖ്യാപിക്കുന്നതൊക്കെ ഭൂമിയിൽ നടപ്പിലാക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസമാണ് സത്യത്തിൽ ഈ സമ്മേളനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വ്യക്തിപരമായി എനിക്ക്
നമ്മളെല്ലാവരും ടീമായി ആഗ്രഹിച്ചത് എന്തൊക്കെയാണോ അതെല്ലാം വ്യക്തിപരമായൊരു മിടുക്കല്ല, നമ്മളെല്ലാവരും കൂടി രാഷ്ട്രീയത്തിനതീതമായി നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ പ്രവർത്തനം ലോകശ്രദ്ധയിൽപ്പെടണം എന്ന ആഗ്രഹത്തോടെ നാം നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം അതിൻ്റെ ലക്ഷ്യപൂർത്തീകരണത്തിലേക്ക് കടക്കുക. ഇവിടെ നമുക്കറിയാം, നേരത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 7 കോടി രൂപയും 3 കെട്ടിടങ്ങളിലായി LP സ്കൂളിന് അനുവദിക്കപ്പെട്ട 3 കോടി രൂപയും നിർമ്മാണം അതിവേഗം നടന്നു വരുന്നു എന്നിവരെല്ലാം സാക്ഷ്യപ്പെടുത്തുന്ന നമ്മുടെ ഗ്രൗണ്ടായി ഉൾപ്പെടെ ഇവിടെ നമ്മൾ പൂർത്തീകരണത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുള്ള നമ്മുടെ കവാടവും ഗേറ്റും ഉൾപ്പെടെ ഏതാണ്ട് 14 കോടി രൂപയോളം 13 കോടി 55 ലക്ഷത്തിലധികം രൂപ സർക്കാർ മാത്രം ചെലവഴിച്ചൊരു വിദ്യാലയമാണ് ഈ വിദ്യാലയം എന്ന് വളരെ അഭിമാനത്തോടെ എനിക്ക് പറയാൻ കഴിയും. ഇതിന് പുറമെയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ചെലവഴിച്ച സംഖ്യകൾ. അതുകൂടി കൂട്ടുനോക്കുമ്പോൾ ഒരു റഫായി 15 കോടിയോളം രൂപ സർക്കാരും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി ചെലവഴിച്ച് പുത്തൂരിലെ സ്കൂളിനെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തണം എന്ന് നമ്മൾ പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കുഞ്ഞുങ്ങൾ, അവരാണ് നമ്മുടെ ഭാവിയും നമ്മുടെ പ്രതീക്ഷയും. 150 കോൺസ്റ്റബിൾ ഡ്രൈവർമാരുടെ സംയുക്ത പരേഡ് സംസ്ഥാന പോലീസ് മേധാവി അഭിവാദ്യം സ്വീകരിച്ചു. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 150 പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർമാരുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് അഭിവാദ്യം സ്വീകരിച്ചു. മാറുന്ന കാലത്തിനനുസൃതമായ ആധുനിക സാങ്കേതിക വിദ്യകൾ പരിശീലിപ്പിക്കുവാനും ഉൾക്കൊള്ളുവാനും പുതിയ സേനാംഗങ്ങൾ പ്രാപ്തരാകണമെന്ന് സേനാംഗങ്ങളെ അഭിസംബോധന ചെയ്ത് അദ്ദേഹം പറഞ്ഞു. തൃശൂർ IRB പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മലപ്പുറം MSP ബറ്റാലിയനിൽ നിന്ന് 21 പേരും SAP ബറ്റാലിയനിൽ നിന്ന് 43 പേരും KB 1, 2, 3, 4, 5 ബറ്റാലിയനുകളിൽ നിന്ന് യഥാക്രമം 14, 12, 32, 15, 13 സേനാംഗങ്ങളുമാണ് സംയുക്ത പരേഡിൽ അണിനിരുന്നത്. 6 മാസത്തെ അടിസ്ഥാന പരിശീലനം പൂർത്തിയാക്കിയാണ് ഇവർ കേരള പോലീസിന്റെ ഭാഗമാകുന്നത്. സ്ത്രീ പുരുഷ വേർതിരിവ് ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രതിജ്ഞാവാചകം ഏറ്റുചൊല്ലിയാണ് പുതിയ റിക്രൂട്ടുകൾ സേനാംഗങ്ങളായത്. പരേഡ് കമാൻഡന്റ് വിഷ്ണു മഹേന്ദ്രയും S. നബീൽ ഷാ പരേഡിന്റെ സെക്കൻഡ് ഇൻ കമാൻഡറുമായിരുന്നു. പരിശീലന കാലയളവിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ചടങ്ങിൽ സംസ്ഥാന പോലീസ് മേധാവി പുരസ്കാരം നൽകി ആദരിച്ചു. ചടങ്ങിൽ ആംഡ് പോലീസ് ബറ്റാലിയൻ ADGP MR അജിത് കുമാർ, ആംഡ് പോലീസ് ബറ്റാലിയൻ DIG R ആനന്ദ്, ഇന്ത്യ റിസർവ് ബറ്റാലിയൻ കമാൻഡന്റ് M. ഹേമലത തുടങ്ങിയവർ പങ്കെടുത്തു. ജനപ്രതിനിധികൾ, ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നു പോകുന്നത് പരേഡ് കമാൻഡർ പോലീസ്. ഈ സമയം വിശിഷ്ടാതിഥിക്ക് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ശ്രീ വിനോദ് SR നയിക്കുന്ന 6ാമത്തെ പ്ലട്ടൂൺ. പ്ലട്ടൂൺ ഈ സമയം വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്നു. മുഖ്യാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ച് കടന്നുപോകുന്നു ശ്രീ ഫായിസ് മുഹമ്മദ് നയിക്കുന്ന 5ാമത്തെ പ്ലട്ടൂൺ. വിവിധ ആയുധങ്ങളുടെ ഉപയോഗത്തിലും ഫയറിംഗിലും പുത്തൂർ പഞ്ചായത്തിലെ കള്ളായിക്കുന്ന് വല്ലൂർകുത്ത് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ നിർവഹിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ വാർഡ് 9 ഉൾപ്പെട്ട റോഡ് 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് നിർമ്മിക്കുന്നത്. റോഡ് പരിസരത്ത് നടത്തിയ ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ TK ശ്രീനിവാസൻ, സജിത് PS, ഷാജി വാരപ്പെട്ടി, ആരുഷ് TA, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ PS ബാബു, മിനി ബാബു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.
ആ വിധത്തിൽ ഇത് ഈ വാർഡിൽ മാത്രമല്ല, ഇതിൻ്റെ ചുറ്റുവട്ടത്തെ എല്ലാ വാർഡുകളിലും രാഷ്ട്രീയത്തിനതീതമായി വികസന പ്രവർത്തനത്തിൽ പഞ്ചായത്തും ബ്ലോക്കും ജില്ലാ പഞ്ചായത്തും MLAയും എല്ലാം കൂട്ടിച്ചേർന്ന് സമാനതകളില്ലാത്ത വിധത്തിലുള്ള വികസനമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ ഇത്തിരി കാലതാമസം വന്നുകൊണ്ടിരിക്കുന്നത് 2 കാര്യത്തിലേ ഉള്ളൂ. അതൊന്ന് വല്ലൂർ റോഡിൻ്റെ BC വർക്ക് പൂർത്തീകരിക്കാനാണ്. അത് ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിലനിൽക്കുകയാണെന്നുള്ളത് കൊണ്ട് ആ കേസ് വെക്കേറ്റ് ചെയ്യാനും കരാറുകാരന് ആറി കൊടുത്താണെങ്കിലും അത് തീർക്കാനും വേണ്ടിയിട്ടുള്ള അവസാനത്തെ ഇടപെടലും ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. നമ്മുടെ ആ റോഡ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടുള്ള BMBC റോഡാണ്. നമുക്ക് നേരത്തെ പ്രകാശ് ബാബുവിൻ്റെ വീടിൻ്റെ മുമ്പിലൂടെയുള്ള റോഡ് നമുക്ക് പൂർത്തീകരിക്കാൻ, കരിക്കുന്ന് റോഡ് വലിയ പ്രയാസം ഉണ്ടായി. പക്ഷേ അത് ഒരു ഘട്ടം കഴിയുമ്പോൾ പൂർത്തീകരണത്തിൻ്റെ സ്വഭാവത്തിലേക്ക് വന്നു. ഈ മേഖലയിലുള്ള റോഡുകളൊക്കെ ധാരാളമായിട്ട് ജനങ്ങൾ ജീവിക്കുമ്പോഴും ഉൾപ്രദേശങ്ങളിൽ എത്തിച്ചേരാൻ കഴിയാത്ത വിധം ദുർഘടമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അവിടെ ജനവാസമുണ്ട്. 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള തെക്കുംകര പഞ്ചായത്തിലെ വികസന സെമിനാർ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വികസന പ്രവർത്തനങ്ങളുടെ കരട് പദ്ധതി രേഖ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, ബ്ലോക്ക് വികസന കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, തെക്കുംകര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PR രാധാകൃഷ്ണൻ, സബിത സതീഷ്, VC സജീന്ദ്രൻ, വാർഡ് അംഗങ്ങളായ AR കൃഷ്ണൻകുട്ടി, K രാമചന്ദ്രൻ, പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ PN ബിന്ദു തുടങ്ങിയവർ സംസാരിച്ചു. മാത്രമല്ല, ഈ ഭരണസമിതിയുടെ അവസാനത്തെ പദ്ധതിയാണ്. അത് ഈ ഭരണസമിതിയുടെ അവസാനത്തെ പദ്ധതി എന്ന രീതിയിൽ ശരിക്കും മാർച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പദ്ധതി പ്രവർത്തനം ആരംഭിക്കേണ്ടത്. ഗവൺമെന്റ് പറഞ്ഞു നേരത്തെ കൂട്ടി തന്നെ ഈ ഭരണസമിതിയുടെ കാലാവധിക്കകം തന്നെ ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ നടക്കണം. അപ്പൊ നേരത്തെ കൂട്ടി തന്നെ നമുക്ക് അതിന്റെ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം വയ്ക്കാനും ആ നിർദ്ദേശത്തിന് വിധേയമായിക്കൊണ്ട് ഗ്രാമസഭകൾ നടത്താനും ഗ്രാമസഭയിൽ ഉയർന്നു വരുന്ന അഭിപ്രായങ്ങൾ വീണ്ടും വർക്കിംഗ് ഗ്രൂപ്പ് വെച്ച് സെമിനാറിലൂടെ അവതരിപ്പിക്കും. സെമിനാറിൽ അഡ്വാൻസായി പ്രസിഡന്റ് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ അധ്യക്ഷ പ്രസംഗത്തിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. പദ്ധതി പ്രകാശനം ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ. അപ്പൊ അദ്ദേഹമാണ് പദ്ധതിക്ക് നേതൃത്വം കൊടുത്ത ആൾ എന്ന രീതിയിൽ നടപ്പിലാക്കാൻ പോകുന്ന കാര്യങ്ങളെ സംബന്ധിച്ചും ഗ്രാമസഭയിൽ ഉയർന്നു വന്ന അഭിപ്രായങ്ങളെ സംബന്ധിച്ചും വളരെ വിശദമായിട്ടുള്ള അവതരണം അധ്യക്ഷ പ്രസംഗത്തിൽ പ്രധാനമായി നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. തെക്കുംകര കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് അംഗങ്ങളെ ആദരിച്ചു. പാലിയേറ്റീവ് ദിനാചരണത്തോടനുബന്ധിച്ച് വീരോലിപ്പാടത്തെ കുടുംബ ആരോഗ്യ കേന്ദ്രത്തിലെ പാലിയേറ്റീവ് അംഗങ്ങളെ പൊന്നാടയണിയിച്ചു ഉപഹാരം നൽകിയും CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PJ രാജു ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ കുട്ടൻ മച്ചാട്, EG ജോജു, AR കൃഷ്ണൻകുട്ടി, K ചന്ദ്രശേഖരൻ, TV പൗലോസ്, അഡ്വക്കേറ്റ് അഖിൽ സാമുവേൽ തുടങ്ങിയവർ സംസാരിച്ചു. ഹെൽത്ത് സെന്ററിലെ ഡോക്ടർ സുജിത്, പാലിയേറ്റീവ് കെയർ നഴ്സ് ഡാനി ഐസക്, HIPP രാജീവ്, ഡെന്നി തോമസ്, MLSP അംഗങ്ങളായ AP ബ്രബീൻ, KP ബ്രീജ, ലിസ സാഗർ, അങ്കിത ജോയ്, അഞ്ജന, ബീന അജിഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ജനുവരി 15 പാലിയേറ്റീവ് ദിനത്തോടനുബന്ധിച്ച് വീരോലിപ്പാടം ഹെൽത്ത് സെൻ്ററിലുള്ള ഡോക്ടർ ഉൾപ്പെടെയുള്ള പാലിയേറ്റീവ് ടീമിനെ ഒന്ന് ആദരിക്കണം എന്ന് ഞങ്ങൾ തീരുമാനിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ നാട്ടിൽ കിടപ്പ് രോഗികളായ ആളുകളുടെ വീടുകളിലൊക്കെ ചെന്ന് അവർക്ക് ആവശ്യമായ പരിചരണങ്ങൾ വളരെ കൃത്യമായി കൊടുക്കുന്ന ഒരു ടീമാണ് ഇവിടുത്തെ പാലിയേറ്റീവ് ടീം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. തീർച്ചയായും അത്തരം ആളുകളെ പരിചരിക്കാനുള്ള ആ ഒരു വലിയ മനസ്സ് എല്ലാവരും നഴ്സായിട്ടല്ല, പക്ഷേ ആ ടീമിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ട് ഏറ്റവും രോഗത്താൽ അവശത അനുഭവിക്കുന്ന വളരെ മോശപ്പെട്ട അവസ്ഥയിലുള്ളവരെയും അവരുടെ വീടുകളിൽ ചെന്ന് പരിചരിക്കാനുള്ള പാലിയേറ്റീവ് ടീമിൻ്റെ ആ വലിയ ഉദ്യമം ഏറെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. സത്യത്തിൽ ഭൂമിയിലെ മാലാഖമാർ എന്ന് പറയാവുന്നവർ തീർച്ചയായും ഇത്തരം നല്ല സൽപ്രവർത്തികൾ ചെയ്യുന്ന
മഹത്തായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നേതൃത്വം കൊടുക്കുന്ന ഈ ടീം തന്നെയാണ്. വലിയ ആദരവാണ് നിങ്ങളോടൊക്കെ ഈ പൊതുസമൂഹത്തിനുള്ളത്. തീർച്ചയായും അത് വലിയ ദൈവികമായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്കൊക്കെ നന്നായി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞങ്ങൾ ഈ CT ദേവസി സ്മാരക ട്രസ്റ്റ് 3 വർഷമായിട്ടാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 2 വർഷക്കാലവും സഹകരണ മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളുകളെ ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു. ഈ വർഷം ഞങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾക്കും കൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ്. അവശത അനുഭവിക്കുന്ന വളരെയധികം പ്രയാസപ്പെട്ട് ജീവിക്കുന്ന രോഗികളായ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചുള്ളവർക്ക് ചെറിയ ചികിത്സാ സഹായങ്ങൾ ഈ വർഷം മുതൽ ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇനിയൊരു ഇടവേള. Mediplus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. പുത്തൂർ പഞ്ചായത്ത് വെട്ടുകാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണോദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ നിർമ്മാണം നടത്തുക. ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് വേഗത്തിൽ ഡോക്ടറെ കാണുന്നതിനായി OP ബ്ലോക്ക് ഉൾപ്പെടെയാണ് പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുക.
കൂടാതെ രോഗികളുടെ കൂടെ വരുന്നവർക്ക് ഈ സ്ഥലത്ത് ഇരിക്കുവാനുള്ള സംവിധാനവും ഒരുക്കും. വെട്ടുകാട് ആശുപത്രിയിൽ നടത്തിയ ചടങ്ങിൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PS ബാബു, സിനി പ്രദീപ് കുമാർ, പഞ്ചായത്ത് അംഗം PS സജിത്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രഞ്ജിത്ത്, രാഷ്ട്രീയ കക്ഷി പ്രതിനിധി KT അബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. നമ്മുടെ സ്കൂളുകളെയും ആശുപത്രികളെയും സംബന്ധിച്ചിടത്തോളം ഒരു പൊതു കാര്യം നമുക്ക് നിർവഹിക്കേണ്ടത്. ഈ ടേമിന്റെ അവസാനത്തിലേക്ക് ആണ് പോകുന്നത്. നമ്മുടെ ഒന്നും ടേമുകൾ അവസാനിക്കുന്നില്ല എന്ന പൊതുധാരണയിൽ ഇതെല്ലാം ഗവൺമെന്റ് ആരാണെങ്കിലും മാറി മാറി നടക്കുകയാണല്ലോ. നമുക്ക് ഈ ആശുപത്രിയുടെ പൊതു കാര്യമൊന്നും മെച്ചപ്പെടുത്താനുള്ള ശ്രദ്ധേയമായൊരു പദ്ധതി ഇവിടെ ഉണ്ട് എന്നാണ് എൻ്റെ ധാരണ. ഇതൊന്ന് നമുക്ക് സമഗ്രമായൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകും. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. ഇപ്പോൾ നേരത്തെ MLA ഫണ്ടിൽ നിന്ന് 30 ലക്ഷം രൂപയോ മറ്റോ ചെലവഴിച്ചാണ് പിന്നീടുള്ള ഒരു കെട്ടിടം നമ്മുടെ MLA ഫണ്ട് തന്നെ ഉപയോഗിച്ചാണ് പണിതത്. MLA ഫണ്ട് തന്നെ ഉപയോഗിച്ചൊരു കെട്ടിടം പണിത് നമ്മളതിൽ തന്നെ പഞ്ചായത്ത് പണം ചെലവഴിച്ച ലാബ് കൂടി അതിൻ്റെ അകത്ത് നമ്മൾ കൊണ്ടുവരികയുണ്ടായി. പക്ഷെ നമ്മളിപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നത് പേര് വെയിറ്റിംഗ് ഷെഡ് എന്നൊക്കെയാണെങ്കിലും വെയിറ്റിംഗ് ഏരിയ എന്നൊക്കെയാണെങ്കിലും അതിൻ്റെ മുമ്പിലൊരു നല്ല കേന്ദ്രം ഉണ്ടാക്കി പാനൽ ചെയ്ത് നമുക്ക് ആശുപത്രിയുടെ OP അങ്ങോട്ട് പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും. അങ്ങോട്ട് OP പൂർണ്ണമായി മാറ്റിയാൽ നമുക്കിവിടെ കുത്തിവയ്പ്പും അതിനെ തുടർന്നുള്ള അനുബന്ധ പ്രവർത്തനങ്ങളും നമ്മുടെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ആവശ്യമാണെങ്കിൽ ഇരിക്കാനുള്ള സൗകര്യവും വേണമെങ്കിൽ നമുക്കിതൊന്ന് നന്നാക്കിയാൽ ഒരു TV ഒക്കെ വയ്ക്കാം. അതൊന്നും വേറെ പ്രശ്നം ഉണ്ടാകില്ല. അതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യവും. വരുന്ന ആളുകൾക്കൊന്ന് സൗകര്യമായിട്ടിരിക്കാൻ ഒരു ടോക്കൺ സിസ്റ്റം ഉണ്ടാക്കിയാൽ ഡോക്ടറെ നമുക്ക് ടോക്കൺ വിളിക്കുന്ന നേരത്തെ ആളുകൾക്ക് വരാനൊക്കെ സൗകര്യം ഉണ്ടാക്കാൻ പറ്റും. അതിന് ആദ്യമായി ചെയ്യേണ്ടത് BJP PG മണ്ഡലത്തിന്റെ പുതിയ അധ്യക്ഷനായി NH പ്രശാന്തിനെ ഇന്ന് മണ്ണുത്തി മണ്ഡലം ഓഫീസിൽ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വരണാധികാരി KR ഹരി പ്രഖ്യാപിച്ചു. ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ആശംസകൾ അറിയിച്ചു. ചടങ്ങിൽ ബൂത്ത് ഏരിയ മണ്ഡലം പ്രവർത്തകർ പങ്കെടുത്തു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ നിയോജക മണ്ഡലത്തിന്റെ മുഴുവൻ സമയം പ്രവർത്തകനായി 2 വർഷക്കാലം വീട് വിട്ടുനിന്ന് പ്രവർത്തന മികവ് പുലർത്തിയ വ്യക്തി കൂടിയാണ് പ്രശാന്ത്. BJPയിൽ 24 വർഷത്തെ പ്രവർത്തന പരിചയവും BJPയിൽ 8 ടേം സജീവ അംഗത്വമുള്ള പ്രവർത്തകൻ കൂടിയാണ് പ്രശാന്ത്. RSS പ്രവർത്തകനായാണ് പൊതുപ്രവർത്തന രംഗത്ത് തുടക്കം കുറിച്ചത്. ബൂത്ത് പ്രസിഡന്റ്, മാടക്കത്തറ പഞ്ചായത്ത് അധ്യക്ഷൻ, യുവമോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ്, കർഷക മോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ്, കർഷക മോർച്ച തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി എന്നീ പോസ്റ്റുകൾ വഹിച്ചിട്ടുണ്ട്. ഒരു പ്രവർത്തനമാണ് സംഘടനാ തെരഞ്ഞെടുപ്പ് എന്ന് പറയും. അത് വലിയ പ്രാധാന്യം നമ്മുടെ പ്രസ്ഥാനത്തെ ഒരു ടേം മുന്നിലേക്ക് നയിക്കാൻ സുരക്ഷിതമായിട്ടുള്ള കൈകളിൽ പാർട്ടിയെ ഏൽപ്പിക്കുക എന്ന് പറയുന്ന പ്രക്രിയ, ആ പ്രക്രിയയ്ക്ക് വലിയ പ്രാധാന്യം. ഞാൻ സുരക്ഷിതമായിട്ടുള്ള കൈകൾ എന്ന് പറയുന്നത് പാർട്ടിയെ 100% സത്യസന്ധമായി ആത്മാർത്ഥമായി സമർപ്പണ മനോഭാവത്തോടു കൂടി നയിക്കാൻ കഴിയുന്ന നേതാക്കന്മാരിൽ കൂടി മാത്രമേ പാർട്ടിക്ക് വളർച്ച ഉണ്ടാകൂ. നമ്മൾ സാധാരണ പറയാറുണ്ട് വ്യക്തിഗതമായിട്ടുള്ള സ്വാർത്ഥതയുണ്ട്, സംഘടനാ സ്വാർത്ഥതയും. നമുക്കുണ്ടാകേണ്ടത് സംഘടനാ സ്വാർത്ഥതയാണ്. നമ്മുടെ പ്രസ്ഥാനം ജയിക്കണം. നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കണം, പഞ്ചായത്ത് ഭരണം പിടിക്കണം, നമുക്ക് MLA ഉണ്ടാകണം, നമുക്ക് MP ഉണ്ടാകണം, കേരള സംസ്ഥാനം നമുക്ക് ഭരിക്കണം എന്നൊരാൾ ചിന്തിക്കുമ്പോൾ അത് സംഘടനാ സ്വാർത്ഥതയാണ്. മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് സ്നേഹാലയത്തിൽ പാലിയേറ്റീവ് ദിനാചരണം നടത്തി. അന്തേവാസികൾക്കുള്ള വസ്ത്രവിതരണവും സ്നേഹവിരുന്നും നടന്നു. സ്നേഹാലയം ആന്റണിയെ ആദരിച്ചു. ട്രസ്റ്റ് ചെയർമാൻ K അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു. പോപ്പ് പോൾ മേഴ്സി ഹോം ഡയറക്ടർ ഫാദർ ജോൺസൺ അന്തിക്കാട് ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. സ്നേഹാലയം ആന്റണിയെ ആദരിച്ചു. ഐശ്വര്യ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. സ്നേഹാലയം അന്തേവാസികൾക്കുള്ള പുതുവസ്ത്രങ്ങൾ വിതരണം ചെയ്തു. ട്രസ്റ്റ് സെക്രട്ടറി ജിജോ കുര്യൻ സ്വാഗതം ആശംസിച്ചു. കൌൺസിലർമാരായ സർവശ്രീ KT ജോയ്, K ഗോപാലകൃഷ്ണൻ, KN പ്രകാശൻ, KM ഉദയബാലൻ, രമണി പ്രേമദാസൻ, പൊതുപ്രവർത്തകരായ CH ഹരീഷ്, ചന്ദ്രപ്രകാശ് ഇടമന, രാജൻ വടക്കത്ത്, KA രാജീവ്, വിൻസെന്റ് ആലപ്പാട്ട്, ബിജു ഇഗ്നീഷ്യസ്, രാജശ്രീ സുഗുണൻ, ചാക്കുണ്ണി, ക്ലാര തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു. സ്വീകരണത്തിന് സ്നേഹാലയം ആന്റണി നന്ദിയും പറഞ്ഞു. ചടങ്ങിൽ പങ്കെടുത്തവർക്ക്
ട്രസ്റ്റ് മെമ്പർ ബിജു ഇസ്മായിൽ നന്ദി പറഞ്ഞ് തുടർന്ന് അന്തേവാസികൾക്കായി സ്നേഹവിരുന്നും നടന്നു. സമൂഹത്തിന്റെ സംരക്ഷണമുണ്ട്. എന്നാൽ ആദിചേട്ടന്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം തന്നെയാണ് ശക്തമായ നേതൃത്വം നൽകി. ആരും കൂടെയിലേക്കും ഞാൻ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് എന്റെ ജീവിതം മുഴുവനും ഒഴിച്ചു വെച്ചിരിക്കുന്ന എന്റെ കുടുംബത്തെയും എന്റെ ജീവിതത്തെയും അപ്പുറത്ത് മറ്റുള്ളവരെ സ്നേഹിക്കുവാനായിട്ട് മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് ഒരു മടിയും കൂടാതെ എത്രമാത്രം ത്യാഗസന്നദ്ധതയോടെ ഒരു മനുഷ്യനെ സാധിക്കുമെന്നതിന് മഹനീയമായ മാതൃകയാണ് എന്റെ അടുത്ത് ചേർന്നിരിക്കുന്ന ആദിചേട്ടൻ. എത്ര അനുഭവിച്ചാലും അദ്ദേഹത്തിന്റെ ജീവിത മാതൃകയ്ക്ക് അത് വലിയൊരു അധികമാകില്ല. കാരണം അത്രമാത്രം 32 വർഷമായി എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു മനോഭാവം ആരംഭിക്കുന്നത് ജില്ലാ ഹോസ്പിറ്റലിൽ നിന്നാണ്, മെഡിക്കൽ കോളേജിൽ നിന്ന്. അവിടെ രോഗികളെ സഹായിക്കാനായിട്ട് അവിടുത്തെ ടോയ്ലറ്റ്സിലെ കടന്നു ചെല്ലാൻ പോലും സാധിക്കാത്ത സാഹചര്യങ്ങളിലെ ആന്റണിച്ചേട്ടൻ അവിടെ ചെന്ന് ഒരു മടിയും കൂടാതെ അവിടേക്ക് വൃത്തിയാക്കി രോഗികൾക്ക് ഭക്ഷണം കൊടുത്ത് അങ്ങനെയാണ് ഈ ഒരു സേവനത്തിന്റെ ആരംഭം. അതിനുശേഷം മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ ഡോക്ടറേറ്റ് പലർക്കും കിട്ടാറുണ്ട്. എന്നാൽ ആന്റണിച്ചേട്ടൻ മെഡിക്കൽ കോളേജിൽ നിന്ന് പരിശീലനത്തിലുള്ള ഡോക്ടറേറ്റ് എന്ന് പറയുന്നത് മറ്റാർക്കും കിട്ടാത്തൊരു ഡോക്ടറേറ്റ് ആണ്. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലെ മനസ്സറിഞ്ഞ് സഹായിക്കാനുള്ള ഒരു ഡോക്ടറേറ്റ് എനിക്ക് തോന്നുന്നു ഇന്ന് ഈ മഹാത്മാഗാന്ധി സൊസൈറ്റി അതിനുള്ള ഒരു അംഗീകാരം കൂടെ നൽകിക്കൊണ്ടാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷൻ പരിധിയിൽ തെരുവുനായ ശല്യം വീണ്ടും കൂടുന്നു. ക്യാപിറ്റൽ ഹോംസ് ഫ്ളാറ്റിലെ സെക്യൂരിറ്റിയായ മുണ്ടൂരിൽ താമസിക്കുന്ന ഇമ്മട്ടി ദേവസി മകൻ ജെയിംസിന് തെരുവുനായ കടിച്ചു. പുഷ്പഗിരി ഗ്രാമത്തിൽ ESI ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന സ്ത്രീയെയും കടിച്ചിട്ടുണ്ട്. നിരവധി തവണ കോർപ്പറേഷൻ അധികാരികളോട് രേഖാമൂലവും കൗൺസിൽ യോഗത്തിലും ആവശ്യപ്പെട്ടിട്ടും നായകൾക്ക് ഷെൽട്ടർ തുടങ്ങിയ കാര്യങ്ങളിൽ ശാശ്വത പരിഹാരം കോർപ്പറേഷൻ അധികാരികൾ കാണുന്നില്ലെന്ന് കോർപ്പറേഷൻ കൗൺസിലർ AK സുരേഷ് ആരോപിച്ചു. തിരിച്ചെത്താം ഒരിടവേളയ്ക്ക് വേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പൊന്നിന്നൂലിൽ ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. SVS ഗോൾഡ്, നാദം റോഡ്, ഇളംതുരുത്തി. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ SVS ഗോൾഡിൽ ഹോൾസെയിൽ വിലയേക്കാളും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സ്വർണം, വെള്ളി ആഭരണങ്ങൾ സാധാരണക്കാർക്കായി ഡിസ്കൗണ്ടും ഓഫറും. അപ്പോ എങ്ങനെയാ SVS ഗോൾഡിലേക്ക് പോവല്ലേ? SVS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. SVS ഗോൾഡ് ജ്വല്ലേഴ്സ്, നാദം വഴി, ഇളംതുരുത്തി. ഫോൺ 9746196434. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. വീണ്ടും വാർത്തയിലേക്ക്. അഡ്വക്കേറ്റ് AD ബെന്നിക്ക് കർമ്മസൂര്യ പുരസ്കാരം സമർപ്പിച്ചു. വ്യത്യസ്തമാർന്ന മേഖലകളിലെ മികവാർന്ന പ്രവർത്തനങ്ങളെ മാനിച്ച് അഡ്വക്കേറ്റ് AD ബെന്നിക്ക് കർമ്മസൂര്യ പുരസ്കാരം സമർപ്പിച്ചു. തൊടുപുഴ ടൗൺ ഹാളിൽ RTI കൗൺസിൽ സംഘടിപ്പിച്ച ഉപഭോക്തൃ സംഗമത്തിൽ വെച്ചാണ് ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ബെന്നി വക്കീലിന് പുരസ്കാരം നൽകി ആദരിച്ചത്. ഉപഭോക്തൃ കേസുകൾ നടത്തി റെക്കോർഡിട്ടിട്ടുള്ള ബെന്നി വക്കീൽ ഈ മേഖലയിൽ ബോധവൽക്കരണത്തിന് വേണ്ടി സജീവമായി ഇടപെട്ടുവരുന്നു. സാംസ്കാരിക രംഗത്തും ജീവകാരുണ്യ രംഗത്തും വക്കീൽ സജീവമാണ്. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സ്ഥാപക സെക്രട്ടറിയും ഇപ്പോഴത്തെ ഡയറക്ടറുമാണ്. തൃശൂർ സാംസ്കാരിക അക്കാദമിയുടെ പ്രസിഡന്റുമാണ്. 1000-ലധികം സ്പോർട്സ് ലേഖനങ്ങളും വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കി 1000-ഓളം വീഡിയോകളും ബെന്നി വക്കീലിന്റേതായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പത്മവ്യൂഹം ഭേദിച്ച് എന്ന അഡ്വക്കേറ്റ് AD ബെന്നിയുടെ
ജീവചരിത്ര ഗ്രന്ഥം പ്രശസ്തമാണ്. ചടങ്ങിൽ തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസി ആന്റണി അധ്യക്ഷത വഹിച്ചു. കൊച്ചി കോർപ്പറേഷൻ മുൻ ഡെപ്യൂട്ടി മേയർ സാബു ജോർജ്, ഫാദർ സെബി ജോൺ, സിസ്റ്റർ ജാൻസി എം ജോർജ്, പ്രിൻസ് തെക്കൻ, മുഹമ്മദ് ഷാനിദ്, ഡോക്ടർ ജെബി മൈത്തിൽ, അർജുൻ കെ മേനോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കല്ലംപാറ ശ്രീപതി കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചുവ മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം നടക്കിൽപ്പറ നടന്നു. തുടർന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെ ഗജവീരിന്റെയും കേരള അക്കാദമി അവാർഡ് ജേതാവ് രാജൻ വരവൂർ നേതൃത്വം വഹിക്കുന്ന പഞ്ചവാദ്യം, രൗദ്രം, കരിങ്കാളി എന്നിവയുടെ അകമ്പടിയോടുകൂടിയുള്ള പൂരം എഴുന്നള്ളിപ്പും നടന്നു. തുടർന്ന് വാര്യർ കളത്തിൽ നിന്നും താലമെഴുന്നള്ളിപ്പ്, മേളം, നടക്കൽപ്പാറ എന്നിവ നടന്നു. തുടർന്ന് കലാപീഠം ഹരീഷ് പശുപതി അവതരിപ്പിച്ച ചാക്യാർ കൂത്ത്, മച്ചാടി രഞ്ജിത്തിന്റെ നേതൃത്വത്തിൽ തായമ്പക തുടങ്ങിയവയും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പീച്ചി റിസർവോയറിൽ വീണ് അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന 3ാമത്തെ പെൺകുട്ടിയും മരിച്ചു. പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന പുതിയ കെട്ടിടം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 150 കോൺസ്റ്റബിൾ ഡ്രൈവർമാരുടെ സംയുക്ത പരേഡിൽ ഡിജിപി ഷെയ്ഖ് ദർവേസ് സാഹിബ് അഭിവാദ്യം സ്വീകരിച്ചു. 2025-26 സാമ്പത്തിക വർഷത്തെ തെക്കുങ്കര പഞ്ചായത്ത് വികസന സെമിനാർ നടന്നു. പുത്തൂർ പഞ്ചായത്ത് കള്ളായിക്കുന്ന് വല്ലൂർകുത്ത് റോഡിന്റെ നിർമ്മാണോദ്ഘാടനം മന്ത്രി കെ രാജൻ നിർവഹിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ.